الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم. رب اشرح لي صدري ربي زدني علما. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. നിങ്ങളാരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിലൊരു ചെറിയൊരു പ്രയാസമുണ്ട്, ഒരു ദുഃഖമുണ്ട്. കാരണം എനിക്കറിയാം ദാറുൽ ഹുദയിലുള്ള വളരെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള യൂത്താണ് അവിടെ ഉള്ളത്. ദീനിപരമായിട്ടും അക്കാഡമിക്സ് പരമായിട്ടും എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ദാറുൽ ഹുദയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് പറയാം. കാരണം ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അതിൻ്റെതായ രീതിയിലൊക്കെ നമ്മളെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് 7 തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു 7:45 ആവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോ അതിന്റെ മുന്നേ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്യാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല. ഈ വിഷയത്തിനെ കുറിച്ച് മുഹമ്മദ്, നമ്മളെ തെളിച്ചത്തിന്റെ എഡിറ്ററായ മുഹമ്മദ്, അവരായിട്ട് എന്നും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അവരുടെ തീസസും ഇന്നൊരു വിഷയത്തിൽ തന്നെയാണ്. അപ്പൊ ഒരുപക്ഷെ എന്നെക്കാൾ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിവും മിടുക്കും ഉള്ളത് മുഹമ്മദിന് തന്നെയാണ്. എന്നാലും മുഹമ്മദ് ഇതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. തീസസിന്റെ ഒരു ലാസ്റ്റ് ഫേസ് ആണ്. ലാസ്റ്റ് ഫേസിൽ അറിയാലോ, ഒരുപാട് റിവ്യൂവേഴ്സ് ഇങ്ങനെ കോമെന്റ്സ് ഒക്കെ തരുന്നുണ്ട്. പല സ്ട്രോങ് കോമെന്റ്സ് ആണ്. അപ്പോ അത് വീണ്ടും റിവൈസ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് ആ ഒരു പണിയൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് PhD സംബന്ധിച്ച്. അപ്പൊ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദ്വാർക്കണം. ഇൻഷാ അല്ലാഹ് ഇത് പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടുന്നതാണ് എനിക്ക് എൻ്റെ ആകെയുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് ദ്വാർക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഈ വിഷയം ഞാൻ ചെറുതായിട്ട് അതിന്റെ ആ ടൈറ്റിൽ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ ഈ പോസ്റ്ററിൽ കൊടുത്ത ടൈറ്റില് ഞാൻ മുന്നേ അവതരിപ്പിച്ച അതേപോലെ തന്നെ ഒരു പേപ്പറായി പബ്ലിഷ് ആവാൻ പോകുന്ന അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിൽ ഇതിൽ ചാപ്റ്ററായി വരാൻ പോകുന്നതാണ്. മുഅത്തസ് അൽ ഖാത്തിബിന്റെ ഹദീസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കിതാബിൽ ഒരു പുസ്തകത്തിൽ വരാൻ പോകുന്നതാണ്. അപ്പൊ അതിന്റെ ടൈറ്റിലാണ് എനിക്ക് തോന്നുന്നു മുഹമ്മദ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഒരർത്ഥത്തിൽ നല്ലൊരു ട്രാൻസ്ലേഷനും കൂടി ആയിരുന്നു അത്. കാരണം ഞാൻ ആദ്യം, കാരണം ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ലിമിറ്റേഷനും കൂടി ഉണ്ടല്ലോ. നമ്മള് ഖുസ്സാസും ഒലമാക്കളും തമ്മിൽ എന്ന് പറയുമ്പോ അതില് കോൺഫ്ലിക്റ്റ് എന്ന് വരില്ലല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ അത് എഴുതിയാലും ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഉലമ ആൻഡ് ദ ഖുസ്സാസ് എന്ന രീതിയിലാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊരു കോൺഫ്ലിക്റ്റേ അല്ല എന്നാണ് ഞാൻ അതിൽ വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പ്രസന്റ് ചെയ്തത് ദോഹ CILE സെന്റർ ഫോർ ലെജിസ്ലേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്, HBKU. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് പേരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോ നല്ലൊരു കോൺഫറൻസ് ആയിരുന്നു. അവിടെ വെച്ച് വേറൊരു ഹുദവി, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയവും അതേപോലെ തന്നെ സ്നേഹമുള്ള ഒരു ഹുദവി സലാഹുദ്ദീൻ, മലേഷ്യയിലുള്ള, അവരും പരിചയപ്പെടാൻ പറ്റി. അതേപോലെ തന്നെ അന്ന് ദോഹയിലുള്ള മിക്ക ഹുദവികളും അന്ന് കാണാൻ ഒരു അവസരം കൂടെ കിട്ടിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ UP അബ്ദുൽ റഹ്മാൻ എൻ്റെ ഒരു ഉസ്താദും വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടിയാണ്.
അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഇത് ഒരുപാട് ഹുദവി കിസ്സകൾ പറയാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നമ്മളെ ചർച്ചയിലേക്ക് തന്നെ ചെറിയൊരു ആർട്ടിസ്റ്റിക് ഫോമോ അല്ലെങ്കിൽ വെറുതെ കഥ പറഞ്ഞു പോകുന്ന ഒരു സംഗതി ഒന്നുമല്ല. എല്ലാ അർത്ഥത്തിലും നമ്മൾ ആദ്യകാലം മുതൽ തന്നെ, അതേപോലെ തന്നെ ഫിലോസഫിക്കലി അറ്റ്ലീസ്റ്റ് അവർ അസ്യൂം ചെയ്യുന്ന രീതിയിൽ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ഏൻഷ്യന്റ് ഗ്രീക്ക് അവർക്ക് സ്ഥിരമായി കൂടുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ കഥ പറയുന്ന ഒരു അറീന അല്ലെങ്കിൽ കഥ പറയുന്ന ഒരു സ്പേസ്, ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് അവർ പൊതുവെ കാര്യങ്ങളൊക്കെ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെസ്റ്റിയ എന്ന് പറയുന്ന ഏൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ഓഫ് ഹീർസ് എന്ന് പറഞ്ഞ ആ ഫയർ പ്ലേസ്, നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഒക്കെ ബോൺ ഫയർ ഒക്കെ വെച്ച് ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ ചുറ്റും ചെറിയ ഫോമൊന്നുമല്ല, ചെറിയൊരു ആർട്ടിസ്റ്റിക് ഫോമോ അല്ലെങ്കിൽ വെറുതെ കഥ പറഞ്ഞു പോകുന്ന ഒരു സംഗതി ഒന്നുമല്ല. എല്ലാ അർത്ഥത്തിലും നമ്മൾ ആദ്യകാലം മുതൽ തന്നെ, അതേപോലെ തന്നെ ഫിലോസഫിക്കലി അറ്റ്ലീസ്റ്റ് അവർ അസ്യൂം ചെയ്യുന്ന രീതിയിൽ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ഏൻഷ്യന്റ് ഗ്രീക്ക് അവർക്ക് സ്ഥിരമായി കൂടുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ കഥ പറയുന്ന ഒരു അറീന അല്ലെങ്കിൽ കഥ പറയുന്ന ഒരു സ്പേസ്, ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് അവർ പൊതുവെ കാര്യങ്ങളൊക്കെ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെസ്റ്റിയ എന്ന് പറയുന്ന ഏൻഷ്യൻ ഗ്രീക്ക് ഗോഡസ് ഓഫ് ഹീർസ് എന്ന് പറഞ്ഞ ആ ഫയർ പ്ലേസ്, നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഒക്കെ ബോൺ ഫയർ ഒക്കെ വെച്ച് ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ ചുറ്റും പണ്ട് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ വന്ന് ഇരുന്ന് വളരെ റിലാക്സ് ആയി ഓരോരാൾ കഥ പറയും. ഇനിയിപ്പോ അത് ഒരാളായിരിക്കാം, ഇനിയിപ്പോ അത് അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലർ ആയിരിക്കാം. അങ്ങനെ കാണാൻ പറ്റുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പഴയ ഏൻഷ്യന്റ് ഗ്രീക്ക് അവരുടെ എവറിഡേ പാസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം ഇതിന്റെ ഒരു നറേറ്റീവ് നമ്മൾ എങ്ങനെയാന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സ്റ്റോറീസ് മുഖേനയാണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. ഇത് വെറും ഒരു റിലാക്സേഷന്റെ ഒരു മെത്തേഡ് മാത്രമല്ല, പക്ഷെ അവരുടെ മക്കളുടെ അടുത്തും അതേപോലെ തന്നെ അവരുടെ ട്രൈബിലുള്ള പല ആൾക്കാരുടെ അടുത്തും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മെത്തേഡും കൂടിയായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഒരു റെഫറൻസിലേക്ക് ഞാൻ ഉടനെ വരാം. പക്ഷെ അതിന്റെ മുന്നേ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സ്ലൈഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ഏകദേശം ഒരു നല്ലൊരു കഥ, എല്ലാ നല്ല കഥകൾക്കും ഒരു സ്റ്റോറി ടെല്ലർ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം സത്യം തന്നെയാണ്. പക്ഷെ ആ സ്റ്റോറി ടെല്ലറിന്റെ ഐഡന്റിറ്റി നമുക്കത് ഒരർത്ഥത്തിൽ അനോണിമസ് തന്നെയാണ്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ടെല്ലറിന്റെ നെയിം അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലറിന്റെ ഐഡന്റിറ്റി ഇതൊന്നും നമുക്ക് പറയാൻ തന്നെ പറ്റാറില്ല. ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ വാൾട്ടർ ബെഞ്ചമിൻ ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെലക്ട് എസ്സേസ് അതിൽ പറയുന്നുണ്ട് വളരെ രസകരമായ രീതിയിൽ, ട്രേസസ് ഓഫ് ദ സ്റ്റോറി ടെല്ലർ ക്ലിങ് ടു ദ സ്റ്റോറി the way the handprints of the potter cling to the clay vessel. ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം അത് ഒരു ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വന്നൊരു സംഭവമായിരിക്കാം. അപ്പോ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ലിറ്ററേച്ചർ നമ്മള് മുന്നിൽ അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനെ മുഴുവനായിട്ട് ഒഴിവാക്കുന്നില്ല, കാരണം അതിൽ നിന്ന് പല ഐഡിയാസ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ ഗ്രീക്ക് മിത്തോളജിക്കൽ അല്ലെങ്കിൽ
ഇപ്പോഴത്തെ മോഡേൺ മിത്സില് വലിയൊരു ആളാണല്ലോ വാൾട്ടർ ബെഞ്ചമിൻ. അപ്പോ ആ ഒരു അർത്ഥത്തിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് കാരണം രണ്ട് കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ഒന്ന്, വളരെ ഡീകൊളോണിയലൊക്കെ ആയിട്ട് ചിന്തിക്കുന്നവർ ഇപ്പൊ എന്നെ ക്രിറ്റിസൈസ് ചെയ്യും. അതേപോലെ തന്നെ തീരെ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാത്തവർ ഇതിനെ അറ്റ്ലീസ്റ്റ് ഇനി ഇതിൽ കുറച്ചും കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ, ഇത് വെറും ഒരു കുസ്താസ്, ഒരു കിസ്സ പറഞ്ഞ് നടക്കുന്ന ഒരാളെ കഥ മാത്രമല്ല എന്നുള്ള ഒരു രീതിയിലും ഇതിനൊരു ഡുവൽ പർപ്പസ് ഉണ്ട്. അത് ആദ്യം തന്നെ ഞാൻ വെളിപ്പെടുത്തുന്നു. അപ്പൊ നമ്മളെ മെയിൻ ചർച്ച ഇസ്ലാം തന്നെയാണ്. കിസ്സ എന്ന് പറയുന്ന പദം തന്നെ പല ലാംഗ്വേജസിലും നമുക്കത് കാണാൻ പറ്റുമെങ്കിലും കിസ്സ നമുക്ക് അറബി ഇതിൽ നിന്ന് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ കിസ്സനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഏർലി ഇസ്ലാമില് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മളെ ഒരു അർത്ഥത്തിൽ എന്താ പറയാ, നമ്മളെ സാധാരണ ഇൻസ്ട്രക്ഷൻസ്, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ആരാണ് സത്യം പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കുക? അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ആരെ മേലായിരുന്നു? അല്ലെങ്കിൽ ഇപ്പം പഠിച്ചവനെ കുറിച്ചും നബിമാരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക, നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ എവിടെ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ഒന്നെങ്കിൽ സ്കൂളിൽ ചെന്ന് ഇൻഫർമേഷൻ, നമ്മളിങ്ങനെ ഡേ ടു ഡേ നമ്മളെ മാത്സും അതേപോലെ തന്നെ സയൻസസും ലാംഗ്വേജസും അങ്ങനത്തെ പല വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു മോഡേൺ ഡേ മദ്രസ സിസ്റ്റം, അത് വെച്ചിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങളും പഠിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാല് ഇവിടെ നടക്കുന്നത്, അതായത് ഈ മോഡേൺ യുഗത്ത് നടക്കുന്നതെന്ന് വെച്ചാല് ഒരു തരം ഔട്ട്സോഴ്സിംഗ് ആണ്. ഞാനിത് ഔട്ട്സോഴ്സിംഗ് വളരെ ക്രിട്ടിക്കലി തന്നെയാണ് പറയുന്നത്. കാരണം ഇസ്ലാമില് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് പിള്ളേർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഞാനും ഒരു പാരന്റ് ആണ്, അപ്പൊ ഇത് എനിക്കും ബാധകമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളിത് നേരെ ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സിങ്ങിന്റെ ഒരു മെത്തേഡും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൊണ്ട് ഇതാവില്ലല്ലോ പഠിച്ചോന്, എന്നാ ശരി ഉസ്താമാരായിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചർമാരായിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മളവരെ പിള്ളേരെ മദ്രസയിലേക്ക് അയക്കും, അതേപോലെ തന്നെ സ്കൂളിലേക്ക് അയക്കും. പക്ഷെ ഏർലി ഇസ്ലാമിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. പാരന്റ്സിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഇനിയിപ്പം രക്ഷിതാക്കന്മാർ ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കാർണവറോ അല്ലെങ്കിൽ ഒരു സീനിയർ റിലേറ്റീവ് ആ ഒരു ദൗത്യം നിർവഹിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ശരിക്കും നടക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് യൂഷ്വലി ഓറൽ, അതായത് നമ്മൾ വേർബൽ രീതിയിൽ സംസാരിക്കുന്ന ഒരു സംഭവം. രണ്ടാമത്തത് ഇമിറ്റേറ്റീവ് ആണ്. പിന്നെ മൂന്നാമത്തത് ഇൻസ്ട്രക്റ്റീവ് ആണ്. അപ്പൊ ഈ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ വഴിയാണ് പൊതുവെ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിക് ഇൻസ്ട്രക്ഷൻസ് തന്നെ പറയണ്ട, ഏതൊരു ഇൻസ്ട്രക്ഷനും മുന്നോട്ടേക്ക് നീങ്ങണം എന്നുള്ളൊരു സംഗതി നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ ഹാബിറ്റസ് എന്ന് വിളിക്കാം. നമ്മള് മാർസൽ മോസ് ഒക്കെ അതിനെ തിയറൈസ് ചെയ്യുന്ന രീതിയിൽ, ബോർദ്യൂ തിയറൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, മോസിന് വെച്ചാലും മതി. അതായത് അവിടെ റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും പിള്ളേർ അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ ആക്ഷൻസ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അതൊക്കെ പിള്ളേർ അതേപോലെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് ചോദിച്ചാൽ, അതായത് ഒരു ഒരു വകതിരിപ്പൊക്കെ എത്തുന്ന ഒരു രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കിയാൽ, ഒരു 13 വയസ്സോ ഒരു 12 വയസ്സൊക്കെ ആവുമ്പോൾ പൊതുവെ എൽഡേഴ്സ്, അതായത് പൊതുവെ കാരണവർമാരും, അവർക്ക് ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും. അതായത് ഈ പിള്ളേർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുട്ടികളിൽ ആർക്കെങ്കിലും ഇത്തിരി ക്യൂരിയോസിറ്റി കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ഇത്തിരി
ഏതെങ്കിലും ഒരു വിഷയവുമായി നല്ലൊരു താല്പര്യമുണ്ടോ, നല്ല ഭംഗിയിൽ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇവർ കൃത്യമായിട്ട് നോക്കും. എന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഈ പിള്ളറിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ വല്ല കച്ചവടമോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പിള്ളർ വിടും. അതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി ഈ പറഞ്ഞ സീനിയർ റിലേറ്റീവ്സിലാണ്. നമ്മൾ ഈ കരിയർ ചോയ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഈ സീനിയർ റിലേറ്റീവ്സ് കൊണ്ടുപോയി കൊടുക്കും ആർക്ക്, ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ ഒരു ഉലമാക്ക്. അവരുടെ അടുത്ത് ചെന്ന് പറയും, ഉസ്താദെ ഇങ്ങനെ എൻ്റെ പേരക്കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ മകനുണ്ട്, അവന് നല്ല താല്പര്യമുണ്ട്, അവൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ എൻറോൾ ചെയ്യും ഈ ഉസ്താദിന്റെ കൂടെ. അല്ലെങ്കിൽ അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ദർസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി, അത് വളരെ അൺഒഫീഷ്യലായി നടന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇൻസ്ട്രക്ഷൻ എടുക്കുന്ന വേറൊരു രീതി എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയാം. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വലിയ വലിയ പള്ളികളിൽ ഇപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഗതി, ഇതിപ്പം അതർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാം, അതർ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. ഓരോരോ ഹലക്കകള് പെട്ടെന്നായിരിക്കും, അതിന് പ്രത്യേകിച്ച് ഒരു ടൈമിങ്ങോ നമ്മൾ ഈ പറഞ്ഞ പോലെ 7:30 വരണമെന്നുണ്ടാവില്ല. ഒരാളിരിക്കും, രണ്ടാൾക്കാർ വരും, അതൊരു സർക്കിൾ ആവും, അതൊരു കോൺസെൻട്രിക് സർക്കിൾ ആവും. ആ സർക്കിൾ ഇങ്ങനെ വലുതായിട്ട് വരും. പിന്നെ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എഡിഫിക്കേഷൻ ത്രൂ സ്റ്റോറീസ്. എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ മോറൽ കണ്ടന്റ്, നമ്മുടെ സ്റ്റോറീസ് മോറൽ കണ്ടന്റ് ആൾക്കാർ വെച്ചു കൊടുക്കുകയാണ്. അതിപ്പം നമ്മളെ പഞ്ചതന്ത്ര അങ്ങനെ അങ്ങനത്തെ പല പല ഓപ്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിപ്പോഴും വ്യാപകമാണ്. പക്ഷെ ഇമിറ്റേറ്റീവ് ആയിരുന്നു. ആ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോ മഖ്ദിസിയും അതേപോലെ തന്നെ ചാംബർലൈനും ഒക്കെ ഇത് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഹിസ്റ്ററി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവരൊക്കെ ആയിരിക്കാം നല്ല ഒരു സോഴ്സസ്. അതേപോലെ തന്നെ വൈൽ ഹല്ലാക്കിന്റെയും ഷറിയ, പിന്നെ ഹിസ്റ്ററി ഓഫ് സുന്നി ഉസൂൽ, അതൊക്കെ വളരെ നല്ല ടെക്സ്റ്റുകളായിരിക്കും ഇന്നൊരു സംഭവം മനസ്സിലാക്കാൻ. അപ്പൊ എന്താണ് ഈ ഖുസ്സാസ് അല്ലെ? അതിന്റെ ഒരു പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ഖുസ്സാസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ എറ്റിമോളജി എന്തായിരിക്കും? ഖാഫ് സ്വാദ് സ്വാദ്. ഇതിന്റെ എറ്റിമോളജി എന്ന് പറയുമ്പോൾ ഒന്ന് ഖിസ്സ, സ്റ്റോറി, കഥ, ഹിക്കായ. നമ്മളെ ഈ ഉറുദു ഇതിലൊക്കെ പോയാൽ പിന്നെ ദാസ്ത, അങ്ങനെ പിന്നെ പല ടേംസ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതല്ലാതെ ഇതില് ടു നറേറ്റ്, അതായത് കഥ പറയാ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് പറയാ, അഖ്ബാർ പറയാ, അതൊക്കെ ഇതിൽ വരും. അതേപോലെ തന്നെ ഖസസ്, ട്രേസ്, ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മൂസ അലൈഹി സ്വലാമിന്റെ കഥയിൽ ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ, ഖസസ് ചെയ്യുന്നതാണല്ലോ. നമ്മൾ ആ റീട്രേസിങ് ദ ഫുഡ് സ്റ്റെപ്സ് ആണല്ലോ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില എറ്റിമോളജീസ് ആണ്. ഞാനിവിടെ ഈ എറ്റിമോളജീസ് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, നിങ്ങൾ എന്നും ഓർക്കണം, അറബി ഭാഷ അല്ലെങ്കിൽ പോട്ടെ ഏതൊരു ഭാഷ എടുത്താലും ഓരോരോ വേർഡിന് അതിൻ്റെതായ മീനിങ്സ് ഉണ്ടാവും, അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ടാവും, അതിൻ്റെതായ ഒരു ലാംഗ്വേജ് ഗെയിമിലായിരിക്കും അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു റീപ്രൊഡക്ഷൻ തന്നെ ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് കാണേണ്ടത്. വിറ്റ്ഗൻസ്റ്റൈനിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരോ വേർഡിനും പല മീനിങ്സും ഉണ്ടാവും. വേർഡ് ഇസ് പോളിസെമിക് ഇൻ നേച്ചർ അല്ലെ? അപ്പൊ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഹലോ, കേൾക്കുന്നില്ലേ? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ടല്ലോ ഇതുവരെ കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ജോയിൻ ആയിട്ട് ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എറ്റിമോളജീസ് എന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു കോൺസെപ്റ്റ്, അതിപ്പോ ഏത് ഭാഷയിലായാൽ തന്നെ നമ്മൾ എറ്റിമോളജിക്കലി അതൊന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തീരെ പറയാത്ത കോൺസെപ്റ്റ്സ് ആവുമ്പോൾ, അതായത് കുസ്സാസും കിസ്സകളും ഇതിനൊക്കെ കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കാറില്ല. അപ്പൊ അതിന്റെ ഒരു എറ്റിമോളജി ഒക്കെ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പല ഡിക്ഷണറീസ് ഉണ്ട്, പല സെഞ്ചുറീസിലുള്ള ലെക്സിക്കോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിപ്പം വളരെ എളുപ്പത്തിൽ ഇപ്പം ഇന്റർനെറ്റ് വന്ന് ഇന്റർനെറ്റിന്റെ ഒരു ഹെൽപ്ഫുൾ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ അത് തന്നെയാണല്ലോ. ലിസാനുൽ അറബ്, ഇബ്ൻ മൻസൂറിന്റെ ലിസാനുൽ അറബ് എടുത്തു നോക്കിയാൽ തന്നെ പല രീതിയിലുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കിന് തന്നെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോ എനിക്ക് ലിസാനുൽ അറബ് ഒരു 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 ഓപ്പണിങ് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഖാസ് എന്ന് പറയുമ്പോൾ സ്റ്റോറി ടെല്ലർ മാത്രമല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആദ്യകാലത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച് ഇസ്ലാമിന്റെ ഒരു ആദ്യകാലം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ സ്റ്റോറി ടെല്ലേഴ്സ് പ്രീച്ചേഴ്സും കൂടിയായിരുന്നു. പ്രീച്ചർ എന്ന് പറഞ്ഞാൽ പ്രീച്ചിങ് ആ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രീച്ചേഴ്സും ആയിരുന്നു, അവർ ഖറികളുമായിരുന്നു, ഖുറാൻ റിസൈറ്റേഴ്സും കൂടിയായിരുന്നു. അപ്പോ ദ ഫസ്റ്റ് മുസ്ലിംസ് അഫ്സറുദ്ദീനും അതേപോലെ തന്നെ കുറച്ചും കൂടി പഴയതായിട്ടുള്ള ഒരു ജോൻ ബോൾഡ് മുസ്ലിം ട്രഡീഷൻ, ഇതിലൊക്കെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് കാസുകളെ കുറിച്ച് കുസ്സാസുകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഇന്ന വിഷയം തന്നെയാണ് പറയുന്നത്, അവർ പ്രീച്ചേഴ്സും കൂടി ആയിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും കഥ പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല. അപ്പൊ ഇതിന്റെ ഒരു ബിയോണ്ട് ഉണ്ട്. ഇതൊരു വളരെ ജനറിക് ടേമായി മാറിയിട്ടുണ്ട്. ബിയോണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്റെ സുഹൃത്ത് മുബഷിർ ഹമീദ് എന്നും എന്നെ കളിയാക്കാറുണ്ട് ബിയോണ്ട് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരു ബിയോണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. ഇത് ലയൽ ആംസ്ട്രോങ്ങിന്റെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് വേറൊന്നുമല്ല, ഈ ഖിസ്സ എന്ന് പറയുന്ന ഒരു പദം സത്യം പറഞ്ഞാല് സ്റ്റോറി എന്നുള്ള രീതിയിൽ മാത്രം അത് കാണുന്നതിൽ അർത്ഥമില്ല. ഈ കാലഘട്ടത്ത്, അതായത് നമ്മൾ ഈ ഏർലി ഇസ്ലാമിക് പീരിയഡ്, ദാറ്റ് ഇസ് റൈറ്റ് ആഫ്റ്റർ ദ പ്രോഫറ്റ്സ് ഡെത്ത്, അവർ വഫാത്തായി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം, ആ പറഞ്ഞ ഒരു 3 സെഞ്ചുറീസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാല്, എന്ത് ഇൻസ്ട്രക്ഷന്, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്ട്രക്ഷന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇമിറ്റേറ്റീവ് പിന്നെ അങ്ങനത്തെ പല സംഗതികളാണ്, ഓറൽ ആയിരുന്നു. അപ്പൊ എന്ത് ഇൻസ്ട്രക്ഷനും ഒരു ക്ലാസ് കൊടുത്താൽ അതിനൊക്കെ ഖിസ്സ എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ആവാം. ഇതില് ആക്ച്വൽ ഖിസ്സകൾ തന്നെ ആയിരിക്കാം, നമ്മൾ പറയുന്ന രീതിയിൽ ഹിക്കായകൾ, നമ്മൾ പറയുന്ന കഥകൾ തന്നെ ആയിരിക്കാം. ചില സമയത്ത് നല്ല രസകരമായിട്ടുള്ള പോയട്രി വേഴ്സസ് ആയിരിക്കാം, ചില സമയത്ത് ലീഗൽ റൂളിങ്സ് ആയിരിക്കാം, ഹദീസുകളായിരിക്കാം, അതേപോലെ തന്നെ മാർഷൽ സ്റ്റേറ്റ്മെന്റ്സ്. ലയൽ ആംസ്ട്രോങ് കാണിക്കുന്ന വേറൊരു സംഗതി എന്ന് വെച്ചാല്, ആൾക്കാർ യുദ്ധത്തിന് പോകുമ്പോ അവർ കുസ്സാസുകളെ കൂട്ടിയിട്ടാണ് പോലും പോവാറ്. ഇത് എനിക്ക് വളരെ പുതിയ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം കുസ്താസുകളെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, ഒരർത്ഥത്തില് എതിർ പക്ഷത്തെ കേസ് ചെയ്യാൻ, അവരെ ശപിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ മേൽ ശാപങ്ങള് വലിച്ചെറിയാൻ വേണ്ടിയിട്ടായിരുന്നു കുസ്താസുകളെ കൊണ്ടുപോവാറ്.
ഇതിൽ തമാശകരമായ ഒരു സംഗതി എന്ന് വെച്ചാല് മുസ്ലിങ്ങളും തമ്മിൽ പല സ്ഥലത്ത് യുദ്ധം നടന്നിട്ടുണ്ടല്ലോ. അപ്പോ രണ്ട് ഭാഗത്തുനിന്നും അവരവരുടേതായ ഉസ്താസുകൾ ഉണ്ടാവും. എന്നിട്ട് രണ്ടാളും കേസസ് മുഖേന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ അതിലും ഉസ്താസുകളാണ് പ്രധാനപ്പെട്ട ഒരു റോള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ലയൽ ആംസ്ട്രോങ്ങിന്റെ ബുക്ക്. 2017 വന്നതാണ്. അത് പുള്ളിക്കാരന്റെ തീസസ് മുഖേനയാണ്. ഒരു തീസസ് കൺവേർട്ടഡ് ഇൻ ടു ബുക്ക് ആയിരുന്നു. അപ്പൊ എനിക്കൊരർത്ഥത്തില് തീസസ് ആയിരുന്നു കുറച്ചും കൂടെ ഹെൽപ്ഫുൾ. കാരണം പല വിഷയങ്ങളും വളരെ റോ ആയിട്ട് അതിൽ കാണാൻ പറ്റിയിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോ കുറച്ചും കൂടെ നല്ലൊരു എസെൻസും നല്ല എസെൻഷ്യലിസ്റ്റ് രീതിയിലൊക്കെ ചിലപ്പം ആൾക്കാർ സംസാരിച്ചു പോകും. പക്ഷെ ഒരുപാട് സോഴ്സസും ഒരുപാട് റെഫറൻസസ് ഒക്കെ അതിനൊക്കെ ബെസ്റ്റ് ആണ് തീസസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇതെന്താണ്, എങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഖിസ്സ പറയുന്ന ഒരു പരിപാടി, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, ഏതർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിന് കാറ്റഗറി ഓർ റോൾ, ഇതൊരു കാറ്റഗറി ആണോ? അതായത് ഒരു കൂട്ടം ഉസ്താസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടായ്മ ആയിട്ടാണല്ലോ നമുക്ക് തോന്നാറ്. അതോ ഒരു ഫങ്ഷണൽ റോൾ, അതായത് ഖിസ്സ പറഞ്ഞു നടക്കുന്നവർ എന്നുള്ള ഒരു രീതിയിലാണോ നമ്മളിത് കാണേണ്ടത് എന്ന ചോദ്യത്തിന് നമുക്ക് ഞാൻ അതിലൊരു പോയിന്റ് ബ്ലാക്ക് ഇതെടുക്കുന്നില്ല കേട്ടാ, ഞാനൊരു സ്റ്റാൻഡ് പോയിന്റ് എടുക്കുന്നില്ല. പക്ഷെ ഇതിൽ നമുക്ക് പല വ്യത്യസ്ത ഒപ്പീനിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ വളരെ ഏർലി ഖാദികള്, ഏർലി ഖുദാത്ത്, ഈ ഓഫീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പഴയ ഖാദിമാരുടെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അവർ മുന്നോട്ട് കാര്യങ്ങൾ വെച്ചതെന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി തന്നെ ഖിസ്സകൾ പറയുക എന്നായിരുന്നു. അപ്പൊ ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ ഖാസിന്റെ ആ റോള് ഖാദിയുമായിട്ട് ഇൻബിൽട്ട് ആയിരുന്നു എന്നാണ് ഹല്ലാക്കും അങ്ങനെ പല ആൾക്കാരും ഈ ഏർലി ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഒരു റോൾ ഇവർ എന്താണ് ഇവരുടെ മെയിൻ കണ്ടന്റ്? ഞാനിപ്പോ സംസാരിക്കുന്നത് ഈ ഏർലി ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ. അതായത് ആദ്യത്തെ ഒരു 3 to 4 സെഞ്ചുറീസ് മാത്രം ആഫ്റ്റർ ഹിജറ. അതല്ലാതെ ഇതിനൊരു മിഡീവിയൽ മിഡ് ടേം രീതിയിൽ നിങ്ങൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ പ്രോഫറ്റിക് ട്രഡീഷൻസ് സത്യം പറഞ്ഞാല് മുഹദ്ദിസീനുകളല്ല കൊണ്ട് നടത്തുന്നത്. നേരെ മറിച്ച് ഖുസ്സാസുകളാണ് ഹദീസിന്റെ പല രീതിയിലുള്ള ഹദീസുകളും ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഖുസ്സാസുകൾ എന്തായി? ട്രാൻസ്മിറ്റേഴ്സും കൂടിയായി. അതിലിപ്പോ സനതുണ്ടോ എന്നുള്ള ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇല്ല ബാങ്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല തുടർന്നു. അത് ജോയിൻ ചെയ്താൽ ഓക്കെ. അപ്പോ ഇങ്ങനെ നോക്കിയാൽ ഖുസ്സാസുകൾ ട്രാൻസ്മിറ്റേഴ്സും കൂടി ആയിരുന്നു. ഇത് വളരെയധികം ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ചും കൂടി ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇത്ര പറയുന്നില്ലോ. മുഹദ്ദിസീനുകള് മുന്നേ പ്രോഫറ്റിക് ട്രഡീഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവർ ആയിരുന്നു ഉസ്താസുകൾ. അപ്പൊ അവർ ആ സ്റ്റേറ്റസ് നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ചര്യ അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് നബിയുമായിട്ടുള്ള ആ ഒരു സ്നേഹം, അതിന്റെ ആ ഒരു ഡെപ്ത് എല്ലാ അർത്ഥത്തിലും ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി റോൾ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ കാണാം.
അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥകളും പറഞ്ഞു, മുൻ പ്രവാചകന്മാരുടെ കഥകളും പറഞ്ഞു. അതേപോലെ തന്നെ അഹ്സനുൽ ഖസസ് എന്നെക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ അഹ്സനുൽ ഖസസ് അതും അവരുടെ സ്റ്റോറീസിൽ എന്നും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരർത്ഥത്തില് യൂസുഫും സുലേഖ ആ ഒരു ഖിസ്സ, അതിന്റെ ഒരു ട്രഡീഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കതില് പഞ്ചാബിയിലടക്കം നമുക്കത് കാണാൻ പറ്റും. രണ്ടിലും, ഏത് ഷാമുഖി സ്ക്രിപ്റ്റിലും കാണാം, ഗുർമുഖി സ്ക്രിപ്റ്റിലും കാണാം. അത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഖിസ്സ ഫ്ലോ ചെയ്തൊരു ഒരു നസ്ല്, ഒരു ലീനേജ് നോക്കിയാല് നല്ല രസമാണ്. വളരെ രസകരമായ രീതിയിലാണ് അതിന്റെ ഒരു ട്രാവലിംഗ് എന്ന് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവർ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്കിതിനെ മനസ്സിലാക്കണമെങ്കിൽ തബക്കാത്ത് ലിറ്ററേച്ചർ എടുത്തു നോക്കിയാല്, അതായത് ബയോഗ്രഫീസ് ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പലയിടത്തും താബിയന്മാരെ കാസുകളായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ വായുവുകളായിരുന്നു അല്ലെങ്കിൽ കാസുകളായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരർത്ഥത്തില് പല സ്ഥലത്തും നമുക്ക് കാണാം. നമ്മൾ ഈ പറയുന്ന ഈ ലാർജർ സെൻട്രൽ അറേബ്യ അല്ലെങ്കിൽ പേർഷ്യ എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, ബാക്കി ഒരുപാട് സ്ഥലത്ത് ഉസ്താസുകൾ യാത്ര ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളെ മുന്നിലുള്ള പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ഉലമാക്കൾ എഴുതിയതാണ്. നല്ല രസകരമായ സംഗതിയാണ്. കാരണം ഒരു കാലഘട്ടത്ത് ഉസ്താസുകളും ഉലമാക്കളും തമ്മില് ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 12ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉസ്താസുകളെ കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ അവരെ അഡ്മോണിഷ് അല്ലെങ്കിൽ അവരെ തിരുത്താൻ ഉള്ള ഒരു ശ്രമം, അവരെ റിഫോം ചെയ്യാനുള്ള ഒരു ശ്രമം ആണ് നമുക്ക് ഒരർത്ഥത്തിൽ കാണാൻ പറ്റുന്നത്. ഈ 12ാം നൂറ്റാണ്ടിൽ തന്നെ കിതാബുൽ ഖുസ്സാസ് വമുദക്കിരീൻ, ഖുസ്സാസുകളും സിക്റുകൾ പറയുന്ന അവരുടെ കിതാബ്, അവരെ കുറിച്ചുള്ള ഒരു കിതാബ് ഇബ്നുൽ ജൗസി പ്രത്യേകിച്ച് എഴുതുന്നതാണ്. അപ്പോ ഇബ്നുൽ ജൗസി അതിൽ പറയുന്ന, ഞാൻ 2-3 ഇങ്ങനെ ഒരു സ്നിപ്പറ്റ്സ് ആയിട്ട് ഞാൻ പറയാം. കാരണം ഇത് ഫുള്ളായിട്ട് നിങ്ങളെടുത്ത് അവതരിപ്പിക്കാനുള്ള ഒരു നിങ്ങൾക്കും അതിനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. അപ്പോ ഞാൻ ജസ്റ്റ് സ്നിപ്പറ്റ്സ് ആയിട്ട് ഞാൻ ഇബ്നുൽ ജൗസി നോട്ട് ചെയ്യുന്ന ഒരു സംഗതി ഞാൻ പറയാം. ഇംഗ്ലീഷിലാണ് ഞാനിത്, ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ഇത് ഇംഗ്ലീഷ് അല്ല, എന്താ അറബി ടു ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്താ പറയാ, ഞാൻ ഇത് ഇംഗ്ലീഷ് തന്നെ ഞാൻ പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സോ ഇബ്ൻ അൽ ജൗസി നോട്ട്സ്, the common people rarely meet a jurist, so they discuss things with the preacher. The preacher is like the trainer of animals, hayawan. The preacher is like the trainer of animals who educates them, reforms them, and then refines them. അപ്പോ അത് നല്ലൊരു പോസിറ്റീവ് രീതിയിലാണല്ലോ നമ്മൾ അതിനെ കാണേണ്ടത്, അല്ലെ? ഇബ്നുൽ ജൗസി പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാല് ഖുസ്സാസുകൾക്കാണ് ഒരർത്ഥത്തിൽ റീച്ച് ഉള്ളത്, ഉലമാക്കൾക്കല്ല ആ റീച്ച് ഉള്ളത്, അറ്റ്ലീസ്റ്റ് ആ ഒരു നൂറ്റാണ്ടിൽ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ പറയുന്നതാണ്. അവർ പറയുന്നതില്ല, അവർ ഇവിടെ ലിറ്ററലി ഒരു കലക്ഷൻ ആണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അഹദീസ് അൽ ഖുസ്സാസ്, ലിറ്ററലി ഖുസ്സാസുകള് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹദീസുകള് അത് ഇബ്ൻ തൈമിയ കലക്ട് ചെയ്തിട്ട് ഒരു ഗ്രന്ഥമാക്കി
മുന്നോട്ടേക്ക് അവതരിപ്പിച്ചു. അപ്പൊ അതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാസുകളെ ഒരു കള്ളം പറച്ചൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ൻ തൈമിയ അത് ചെയ്യുന്നത്. പക്ഷെ ആ ഗ്രന്ഥം മുഖേന ഇപ്പോഴും കുസ്താസുകളുടെ ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ടിട്ടും ഇല്ല എന്നും വേണമെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് രീതിയിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ മലബാർ ഷാഫി മദ്ഹബിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്നതാണ് ഇമാം ജലാലുദ്ദീൻ അൽ സുയൂത്തി. അപ്പൊ സുയൂത്തി ഇമാം ഇതിനെ ഒരു വാർണിംഗ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു പ്രോപ്പർ വാർണിംഗ്. തഹ്വീർ അൽ ഖവാസ് മിൻ അക്കാദിബ് അൽ ഖുസ്സാസ്, അതായത് വാർണിംഗ് ടു ദ എലീറ്റ്സ് അല്ലെങ്കിൽ ടു ദ റെറ്റിന്യൂ ഓഫ് വാട്ട്, ഓഫ് ദ ലൈഫ് ഓഫ് ദ ഖുസ്സാസ്. അപ്പൊ അതും ഇമാം സുയൂത്തിയുടെ കാര്യം പറഞ്ഞ ഇതിനേക്കാളും രസകരമാണ്. ഇമാം സുയൂത്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ആൾക്കാർക്ക് ചെന്ന് ഈ ഒരു കുസ്താസ് ഒരു ക്ലാസ് അവരുടെ സെഷൻ നടത്തുമ്പോ അവിടെ ചെന്ന് ഇമാം സുയൂത്തി ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഇന്ന ആള് ഫ്രോഡാണ്, നിങ്ങൾ ഇന്ന ആളെ വിശ്വസിച്ചുകൂടാ എന്നൊക്കെ വളരെ റീസൺ ഒക്കെ വെച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് പറയുന്നു. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കും ആൾക്കാർ അത് കേട്ട് ഈ ക്ലാസ്സിനെ വിട്ടിട്ട് പോകുമെന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. അവിടെ നടക്കുന്നത് വെച്ചാൽ ആൾക്കാർ, ഇമാം സുയൂത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ആൻഡ് ദ പീപ്പിൾ വേർ ലിറ്ററലി ഗോയിങ് ടു ത്രോ സ്റ്റോൺസ് അറ്റ് മീ എന്നാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് കുസ്താസുകളെ ഒരു റീച്ച്, കുസ്താസുകള് ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെ കയറി പിടിച്ച ഒരു സ്ഥാനമായിരുന്നു. അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തന്നെ തള്ളിക്കളയാനും പറ്റില്ല, നമ്മൾ അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം ഞാൻ ഇവിടെ തിറാസുൽ അഖ്ബാറും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം തിറാസുൽ അഖ്ബാറും നല്ലൊരു സോഴ്സാണ്. ഒരർത്ഥത്തിൽ ഒരു മാനുവൽ ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് എന്നുള്ള രീതിയിലാണ് തിറാസുൽ അഖ്ബാറിനെ നമുക്ക് കാണാൻ പറ്റുക. തിറാസ് എന്ന് വെച്ചാൽ എംബ്രോയിഡറി അല്ലെ, എംബ്രോയിഡറർ ഓഫ് അക്കൗണ്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫഖ്റുസ്സമാനിയുടെ 17-ാം നൂറ്റാണ്ടില് ഒരു പേർഷ്യൻ ഗ്രന്ഥമാണിത്. അപ്പൊ അതൊരു സ്റ്റോറി ടെല്ലർ മാനുവൽ എന്നുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വായിക്കാം. അപ്പൊ ഇതാണ് നമ്മളെ മുന്നിലുള്ള പ്രൈമറി സോഴ്സസ് എന്ന് പറയാനുള്ളത്. കാരണം എന്താണ്, ഉസ്താദുകൾ പൊതുവെ എഴുതിയിട്ടില്ല. എല്ലാ അർത്ഥത്തിലും അവരുടെ മെയിൻ സോഴ്സ് ഓഫ് പ്രീച്ചിങ്, മെയിൻ സോഴ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു നറേഷൻ സ്റ്റൈൽ വാസ് ത്രൂ ദ ഓറൽ മെത്തേഡ് അല്ലെ. ഇവിടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം കടന്ന് അല്ലെങ്കിൽ നമ്മളിപ്പം എൻറ്റർ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഈ സാധാരണ ഹിസ്റ്ററി പറയുന്ന ഒരു രീതി ഒന്നുമില്ല. സാധാരണമാണെങ്കിൽ നമ്മൾ ഈ മോഡേൺ ഹിസ്റ്റോറിയൻസ് ഒക്കെ ആ ടീലിയോളജി വളരെ കൃത്യമായി ഞാനിപ്പോ ചെയ്ത പോലെ തന്നെ 12th സെഞ്ചുറി, അത് കഴിഞ്ഞിട്ട് ഒരു 13th സെഞ്ചുറി, പിന്നീട് നമ്മൾ 15th സെഞ്ചുറിയിൽ ഇങ്ങനെ നടന്നു, 17th സെഞ്ചുറിയിൽ ഇങ്ങനെ നടന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി നിങ്ങൾക്ക് പറയണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് കാര്യമായിട്ട് പറയുന്ന ഒരു സ്കോളറാണ് വൈൽ ഹല്ലാഖ്. അപ്പോ ഞാനിവിടെ കാണിച്ച രണ്ട് പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഷരിയ എല്ലാ അർത്ഥത്തിലും ഒരു ഒരു മാഗ്നം ഓപ്പസ് എന്ന് തന്നെ പറയാം. എനിക്കറിയാം ആൾക്കാർ പൊതുവെ ദ ഇമ്പോസിബിൾ സ്റ്റേറ്റ് ഹല്ലാഖിന്റെ ആൻഡ് ഇറ്റ് ഇസ് ഒബ്വിയസ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യന്റ് റീഡ്സ് എവർ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും ഷറിയാണ് ഒരു സ്കോളർഷിപ്പിന്റെ ഹൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകം. അപ്പോ ഷറിയയില് ഹല്ലാഖ് ചെയ്യുന്ന ഒരു സംഗതി എന്ന് വെച്ചാല്
പല സോഴ്സസും എടുത്ത് അതിനെ ക്ലോസ് റീഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാലഘട്ടമാണോ അതിൻ്റെതായ സോഴ്സസ് അതിനെ സെലക്റ്റീവ്ലി റീഡ് ചെയ്യാതെ, അതായത് നമ്മൾ പൊതുവെ ഇസ്ലാമിക് സ്കോളർഷിപ്പിൽ കാണാൻ പറ്റുന്നത്, ഇസ്ലാമിക് സ്റ്റഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി ആയിക്കോട്ടെ, അതിലൊക്കെ പൊതുവെ ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, നേരത്തെ കാലത്തെ അവർ ഒരു പോയിന്റ് പ്രീ ഡിസൈഡഡ് ആയ രീതിയിൽ അവർ വെച്ചിട്ടുണ്ടാവും. അവർ ആ ഒരു ബയസ് നേരത്തെ കാലത്തെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് പിന്നെ സോഴ്സസ് കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വായന, അതാണ് നമ്മൾ പൊതുവെ ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റാറ്. അത് ഷാഹ്ത്തും അതേപോലെ തന്നെ പല ആൾക്കാരുടെ ഒരു ഹോബി ആയിരുന്നു. ഒരർത്ഥത്തില് പട്രീഷ്യ ക്രോണിയും മറ്റേ വാൻസ്ബ്രോവും അവരൊക്കെ ഇതേ സംഗതിയിൽ തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വായന. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു പാസ്റ്റ്, ആ പാസ്റ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കണമെങ്കിൽ വി ഹാവ് ടു ബി ആസ് ഇമാജിനേറ്റീവ് ആസ് പോസിബിൾ. നമ്മൾ ആ പാസ്റ്റിനെ തന്നെ ഇമാജിൻ ചെയ്യണം. പക്ഷെ ഈ ഇമാജിനേഷൻസ് എന്താണ്? വെറുതെ ഈ ഹവ അതിൽ മാത്രം കിടക്കാതെ ആ ടെക്സ്റ്റുകൾ, ആ കാലഘട്ടത്തിലെ ടെക്സ്റ്റുകളും ആ കാലഘട്ടത്തിലെ പ്രാക്ടീസസും ആ കാലഘട്ടത്തിലെ ടെക്സ്റ്റിന്റെ ഓഡിയൻസും ഇതൊക്കെ ഇൻക്ലൂസീവ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം നമ്മൾ കണ്ടെത്താൻ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക പാരമ്പര്യത്തിനെ കുറിച്ച് ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന മോഡേൺ ഹിസ്റ്റോറിയൻസിന്റെ വേർഷൻസ്. ഈ മോഡേൺ ഹിസ്റ്റോറിയൻസിന്റെ വേർഷൻസിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിയൻസ് മെത്തേഡ്, ദ മെത്തഡോളജിക്കൽ അപ്രോച്ച്. അവിടെയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ വിചാരിക്കും ഇതിലിപ്പോ എന്താ ഇത്ര വലിയൊരു പ്രശ്നം, കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പറയാ എന്നുള്ളത് മാത്രമാണല്ലോ. പാസ്റ്റിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോ എന്താ, നമ്മൾ ഈ പറയുന്ന പവർ നെക്സസും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൊളോണിയൽ സ്റ്റഡീസും പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ചുമ്മാ പാസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അത് ഒരുപാട് നറേറ്റീവ്സ് നമ്മൾ പാസ്റ്റ് ആയിട്ട് പറഞ്ഞാല് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ ഒരുപാട് ഡൈഗ്രസ് ചെയ്തു, സോറി. പക്ഷെ ദ പോപ്പുലർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടി ആയിരുന്നു ആ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിസൈസിങ്, ആ മെത്തേഡിന്റെ തന്നെ ഒരു കുഴപ്പം പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ പൊതുവെ നമ്മൾ ഈ ക്ലാസ്സുകള് പോപ്പുലർ പ്രീച്ചിങ് അല്ലെങ്കിൽ പോപ്പുലർ പ്രീച്ചേഴ്സ് ആയിട്ടാണ് കാണാറ്. അതായത് പോപ്പുലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പോപ്പുലർ കൾച്ചറലി പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോപ്പുലർ വിത്ത് ദ പീപ്പിൾ എക്സെട്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ചില ബൈനറീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു പോപ്പുലർ ഉണ്ടാവുമ്പോ അതിന്റെ നേരെ ഒരു ഓപ്പോസിഷനില് ഒരു നോൺ പോപ്പുലർ, ഒരു എലീറ്റ് സ്വഭാവമുള്ള ഒരു സംഗതി ഉണ്ട് എന്നാണ് ഈ പോപ്പുലർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു പ്രശ്നം. അപ്പോ എനിക്ക് ആ പോപ്പുലർ എന്ന് പറയുന്ന ഒരു പദം യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇതില് ഇപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലൊക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എവിടെ വെച്ചിട്ടാണ് ഈ പ്രീച്ചിങ് നടക്കുന്നത്, ഏതർത്ഥത്തിലാണ് ഈ ഓഡിയൻസ് ഇതിൽ എത്രമാത്രം നമുക്ക് ഓഡിയൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, എങ്ങനെയായിരുന്നു ആ ഓഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ഈ സ്റ്റോറി ടെല്ലർ ആരായിരുന്നു, ഈ ക്ലാസ് ആരായിരുന്നു എന്ന ഒരു അന്വേഷണം ആയിരിക്കും ചിലപ്പം ഈ പോപ്പുലർ എന്ന് പറയുന്ന ഒരു സംഗതിയെ പൊളിക്കാൻ പറ്റുക എന്നാണ് എൻ്റെ ഒരു റീഡിങ്. അപ്പൊ പൊതുവെ ഈ പോപ്പുലർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ജോണത്തൻ ബേർക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഞാനത് പോപ്പുലർ പ്രീച്ചിങ്ങിന്റെ എതിരെ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ആ 2
പുസ്തകങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ജോണത്തൻ ബർക്കിന്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഗ്രന്ഥങ്ങളാണ് ഞാനിനി കാണിച്ചു തരാം. പക്ഷെ അതില് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ 3 രീതിയിലാണ് ഡിസ്റ്റിങ്ഷൻസ് പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന് വായു, അതായത് നമ്മള് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കിയാൽ ഉറുദുവൊക്കെ പറയുന്ന ആളെ പോലെ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാം. അതും ഒരു അർത്ഥത്തില് ഈ നമ്മൾ ഈ മോഡേൺ പീരിയഡിലുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് പോകാം. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഡിസ്റ്റിങ്ഷൻസ്, ഈ ഒരു 3 ഡിസ്റ്റിങ്ഷൻസിനെ കുറിച്ച് ജോണത്തൻ ബർക്കി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് വായിദ് ഉണ്ട്, അതേപോലെ തന്നെ ഖതീബ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഖാസും ഉണ്ട്. അപ്പൊ ഇതാണ് ദ ഫോർമേഷൻ ഓഫ് ഇസ്ലാം, അതേപോലെ തന്നെ പോപ്പുലർ പ്രീച്ചിങ് ആൻഡ് റിലീജിയസ് അതോറിറ്റി. ഇപ്പൊ ജോണത്തൻ ബർക്കി ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് തന്നെയാണ്. ഒരുപാട് ടെക്സ്റ്റ് അദ്ദേഹം ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രൈമറി സോഴ്സസിലുള്ള ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ഇവർ ജോണത്തൻ ബർക്കി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ പല സോഴ്സസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും ഒരു ഇമ്പോർട്ടന്റ് വർക്ക്, ഈ 2 വർക്കും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇവിടെ പറയും. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് റീച്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെന്റർ പെരിഫറി എന്നുള്ള ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറ്റി പിടിക്കണം. ഇപ്പൊ ജോണത്തൻ ബർക്കിയൊക്കെ വളരെ സെന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൊക്കെ തന്നെ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, കഥകൾ പറഞ്ഞ് ഇസ്ലാമിലേക്ക് ആൾക്കാരെ ഇൻവിറ്റേഷൻ കൊടുത്ത പല പല നാടുകളുണ്ട്, പല പല ഇൻസ്റ്റൻസസുകളുണ്ട്. അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റൻസ് ആണ് ഇന്തോനേഷ്യൻ അല്ലെങ്കിൽ ജാവനീസ് പപ്പറ്റ്രി. അതായത് അവിടെ പപ്പറ്റ്, നമ്മളെ ഈ ബമ്മകള് അത് വെച്ച് ഷാഡോ തിയേറ്റർ വെച്ച് അവിടെ ഇസ്ലാം ഷാഡോ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പപ്പറ്റ് വെച്ചിട്ടുള്ള ഒരു ഷാഡോ, നമ്മൾ ഈ ഷാഡോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു തിയേറ്റർ, അത് വെച്ച് അവിടുത്തെ ആൾക്കാരെ ഇസ്ലാം മതം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഒരു ലാർജ് സ്കെയിൽ റീച്ചാണ്. ഈ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൂടാ. അതിന്റെ ഒരു ലാർജർ ഇമ്പോർട്ടൻസും റെലവൻസും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രൽ നിന്ന് പെരിഫറീസ്, ഞാൻ ഈ സെൻട്രൽ പെരിഫറീനെ മൊത്തത്തിൽ ഒഴിവാക്കുന്നുമില്ല, സെൻട്രൽ നിന്ന് പെരിഫറിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോ ഇവിടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് that there is a shared world of the audience and the storyteller. ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ എന്താ വരിക? ഒരു നോവൽ ഫോം ആയിരിക്കും അല്ലെ? ഒരു നോവൽ, നമ്മളെ മോഡേൺ നോവൽ, അതായത് ഒരു പുസ്തകം, നമ്മളത് എടുക്കുന്നു, നമ്മളത് വായിക്കുന്നു, നമുക്ക് ചില കഥകൾ ഇഷ്ടാവുന്നു, ചില കഥകൾ ഇഷ്ടാവുന്നില്ല, ചില കഥകൾ നമ്മൾ ഓർക്കുന്നു, ചില കഥകൾ നമ്മൾ മറന്നു പോകുന്നു. ആ ഒരു അർത്ഥത്തിലുള്ള ഒരു സംഗതിയാണ് ഈ നോവൽ. അതായത് ഈ നോവലിന്റെ സ്റ്റോറി ടെല്ലർ, അതായത് ഓത്തർ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ, ആ ഓത്തറും ഈ പറയുന്ന റിസപ്ഷൻ അല്ലെങ്കിൽ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ആള്, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓത്തറും ഈ പറയുന്ന റിസീവിങ് എൻഡിൽ നിൽക്കുന്ന റീഡറും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പം വല്ല 1-2 ട്വീറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് ലൈക്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ പോയി, നമ്മൾ ഈ വല്ല ഫേമസ് ഓത്തേഴ്സിന്റെ ഒക്കെ അക്കൗണ്ട്സ് ഒക്കെ പോയി ലൈക്ക് ചെയ്യുക എന്നുള്ള ഒരു ബന്ധം മാത്രമേ നമുക്ക് ഈ നോവൽ അല്ലെങ്കിൽ ഈ മോഡേൺ ഫോമിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നമ്മളെ കുസ്താസുകളെ കഥ.
അപ്പൊ ഉസ്താസുകള് എല്ലാ അർത്ഥത്തിലും ഓഡിയൻസുമായിട്ടുള്ള ഒരു ബന്ധം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ഓഡിയൻസ് ഏത് രീതിയിലാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതായിരിക്കും ആ കഥയുടെ ദിശ തീരുമാനിക്കുക. അപ്പൊ ഓഡിയൻസും സ്റ്റോറി ടെല്ലറും രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു സംഗതിയാണ് ഖിസ്സ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ ഈ സ്റ്റോറി ടെല്ലിംഗ് പ്രീച്ചിങ് എന്ന ഒരു ആർട്ടിസ്റ്റിക് ഫോമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. That the storyteller is not in isolation, that the audience is not in isolation, and they are all making a world of their own. അപ്പൊ ഇത് രണ്ടും നല്ല ജൂലിയൻ മില്ലിയുടെ വർക്കായിരുന്നു പപ്പട്രി. അതേപോലെ തന്നെ കണ്ടംപററി ഫോമിലും നമുക്ക് ഇത് കാണാൻ പറ്റുന്ന ഒരു വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ സാറ ബിൻ തയ്യിർ അവരെ അസ്തെറ്റിക്സ് ഓഫ് ദ പ്രീ മോഡേൺ അറബിക് പ്രോസ്, അതിലും നമുക്ക് കാണാം എത്രമാത്രം ഇമ്പോർട്ടന്റും റെലവെന്റും ആയിരുന്നു ദി ഓഡിയൻസ് ഓഫ് ദ സ്റ്റോറി ടെല്ലർ. ആ ഒരു കോൺസെപ്റ്റും സാറ ബിൻ തയ്യിർ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറേബ്യൻ നൈറ്റ്സ് അറിയാലോ. അപ്പം ആ കഥകൾ, അതിന്റെ ഒരു റെസ്പോൺസും അതിന്റെ ഒരു റിസെപ്ഷനും അതൊക്കെയാണ് സാറ ബിൻ തയ്യിർ ഒരർത്ഥത്തിൽ വായിക്കാൻ ശ്രമിക്കുന്നത്. സോ വാട്ട് ഇസ് ദിസ്? ഐ മീൻ, ഇതൊക്കെ എന്താണ്? ഇത് കള്ളത്തരാണങ്ങളാണോ, സത്യങ്ങളാണോ, ട്രൂത്ത് ഓർ ലൈസ് അല്ലെ? എല്ലാ അർത്ഥത്തിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്. ഇത് ട്രൂത്ത് ആണോ, ഇത് ലൈസ് ആണോ, ഏതർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ ഡീല് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓഡിയൻസിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചാൽ, അല്ലെ ഓഡിയൻസ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ ശ്രമിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മോഡേൺ എപ്പിസ്റ്റമോളജിക്കൽ രീതിയിലല്ല ആൾക്കാർ, അറ്റ്ലീസ്റ്റ് പ്രീ മോഡേൺ ടൈംസിൽ ആൾക്കാർ കേട്ടതും സംസാരിച്ചതും അല്ലെ? അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പം പ്രീ മോഡേൺ എപ്പിസ്റ്റീംസ് വേർ ഇൻ ഓപ്പോസിഷൻ ടു ദ മോഡേൺ എപ്പിസ്റ്റീംസ്. അതില് കണ്ടിന്യൂറ്റീവ്സും പിന്നെ അതിന്റെ ലീനിയേജസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷെ എന്നാലും ഒരു വലിയൊരു റപ്ചർ തന്നെ നടക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന മോഡേൺ പീരീഡിലേക്ക് വരുമ്പോൾ. അപ്പൊ ഞാൻ ഈ റപ്ചർ ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒന്നല്ല സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഞാനിതിനെ വളരെ 2-3 സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് ടെക്നീക്സ് എന്ന് ഞാൻ വിളിക്കും. ടെക്നിക്സ് ഞാൻ മാത്രമല്ല, വേറെ പലരും വിളിച്ചിട്ടുണ്ട്. അതിലൊരാള് ബ്രിങ്ക്ലി മെസ്സിക് ആണ്, പിന്നെ രണ്ടാമത്തത് വെങ്കടചലപതിയാണ്. രണ്ടും എന്റെ സൂപ്പർവൈസേഴ്സ് തന്നെ ആയിരുന്നു. ഇപ്പോ ഒരാള് റൈറ്റിംഗ് ടെക്നീക്സിൽ വന്ന ഷിഫ്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മെസ്സിക്കിന്റെ വർക്ക് നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്ക് ഞാൻ ഒരുപാടൊന്നും പോകുന്നില്ല. പക്ഷെ 1-2 ഇൻസ്റ്റൻസസ് ഞാൻ പെട്ടെന്ന് പറയാം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ സ്പൈറൽ രീതിയിലാണല്ലോ നമ്മളെ പഴയ ഈ ഗ്രന്ഥങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാല് സ്പൈറൽ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാക്കുക. അതായത് ആദ്യം ഒരു മത്തൻ ഉണ്ടാവും, പിന്നെ അതിന്റെ ഷർഹ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഷർഹിന്റെ ഷർഹ് ഉണ്ടാവും, ഈ ഷർഹിന് വേറൊരു ഹാഷ്യ ഉണ്ടാവും. അപ്പൊ ആ ഒരു അർത്ഥത്തില് സത്യം പറഞ്ഞാല് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോ നമ്മൾ നേരെ ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് വായിക്കുന്നത് മാത്രമല്ല, അതിന്റെ മുന്നേ വേറെ പല രീതിയിലും ആൾക്കാർ വായിച്ചിട്ടുണ്ട്, വേറെ പല രീതിയിലും ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ബ്രിങ്ക്ലി മെസ്സിക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് കാലിഗ്രാഫിക് സ്റ്റേറ്റ്, അതിൽ കാണിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ടെക്നീക്സ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ഷിഫ്റ്റ് നടത്തുമ്പോ ഈ ഷിഫ്റ്റ് തന്നെ ഈ ചേഞ്ചസ് തന്നെ വരുമ്പോ പ്രിന്റിംഗ് പ്രസ് മുഖേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ അതോറിറ്റി ഓത്തറൈസിങ് ഫിഗേഴ്സിൽ തന്നെ ആയിക്കോട്ടെ, അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ ഗേസ്, അവർ ഗേസ്, നമ്മളെ കണ്ണ് മുഖേനുള്ള ഒരു ഗേസ്,
ആൻഡ് ദി ഒത്തോറിയൽ ഗേസ്, നമ്മളെ അതോറിറ്റി നമ്മളെ മേൽ എന്നും ഒരു ഗേസ് ഉണ്ടല്ലോ, നമ്മളെ ഫൂക്കോൾഡിയൻ പനോപ്റ്റിക്കോൺ ഗേസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ GAZD. അപ്പോ അങ്ങനെ നോക്കിയാൽ ആ ടെക്നിക്സിൽ ഷിഫ്റ്റ് നടത്തുന്നുണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ റീഡിങ് ടെക്നിക്സിലും ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അത് വെങ്കടചലപതി ദ പ്രോവിൻസ് ഓഫ് ദ ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മോഡേൺ നോവൽ ഫോമിലാണ് സത്യം പറഞ്ഞാല് ഈ സൈലന്റ് റീഡിങ് അല്ലെ. നിങ്ങളൊക്കെ ഒരു നോവൽ വായിക്കുമ്പോ ഏതെങ്കിലും 1-2 കൊട്ടേഷൻസ് അല്ലാതെ അതിപ്പം വേറൊരാളടുത്ത് ഇങ്ങനെ പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ റീഡ് ഔട്ട് ചെയ്യുമെന്നല്ലാതെ ബാക്കി എല്ലാ അർത്ഥത്തിലും നിങ്ങളെ നോവൽ വായന അല്ലെങ്കിൽ നോവൽ വായിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സൈലന്റ് റീഡിങ് അല്ലെ. നിങ്ങളെ മൈൻഡിൽ അല്ലെങ്കിൽ മനസ്സിൽ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ടെക്നീക്സ് ഓഫ് ലിസണിങ്, ഞാനിപ്പോ റീഡിങ്ങും റൈറ്റിങ്ങിനും കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതേപോലെ തന്നെ ഒരു ടെക്നീക്സ് ഓഫ് ലിസണിങ്ങിന്റെ ഒരു പ്രീ മോഡേണും മോഡേണും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ സ്റ്റോറി ടെല്ലറിന്റെ എറയിൽ സ്റ്റോറി ടെല്ലറിന്റെ ഓഡിയൻസിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പവർ അവർക്കുണ്ടായിരുന്നു, എല്ലാ അർത്ഥത്തിലും. ഇതിപ്പം ട്രൂത്ത് ആണോ ലൈസ് ആണോ, ഇതിപ്പം കള്ളത്രാണാണോ പറയുന്നത്, ഇതിപ്പം ഹക്കായിട്ടുള്ള കാര്യമാണോ പറയുന്നത് എന്നുള്ള ഒരു സംഗതി മാത്രമല്ലാതെ അവർക്ക് എന്താണ് ആ പറയുന്ന സ്റ്റോറിയിൽ നിന്ന് റിസീവ് ചെയ്യേണ്ട മോറൽ കണ്ടന്റ് വളരെ സബ്ജക്റ്റീവായിട്ട് തന്നെ അവർക്ക് അത് അറിഞ്ഞിരുന്നു. അവർ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവം അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഈ ഖിസ്സ എന്ന് പറയുന്ന ഒരു ജോൺറായിട്ട് എടുത്താൽ തന്നെ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതാണ് കാലിഗ്രാഫിക് സ്റ്റേറ്റും പിന്നെ ചലപതിയുടെ ദ പ്രോവിൻസ് ഓഫ് ദ ബുക്ക്. എനിക്കൊന്ന് ഒരുപാട് സമയം ഞാൻ എടുത്തു, അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചുരുക്കാം. ഇവിടെ ഫ്രാൻസിസ് പ്രിച്ചേർഡിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് വർക്കാണ്, 80s വരുന്ന ഒരു വർക്കാണ്. നമ്മളെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ സൗത്ത് ഏഷ്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ ഖിസ്സ ജോൺർ അതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്നത് ഫ്രാൻസിസ് പ്രിച്ചേർഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2019 പാഷാ ഖാൻ ഫ്രാൻസിസ് പ്രിച്ചേർഡിന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ പാഷാ ഖാന്റെ ഈ ഒരു വർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു 18th സെഞ്ചുറി ഒക്കെ മുതൽ നമുക്ക് കൃത്യമായിട്ട് ഖിസ്സ ജോൺറിന് കാര്യമായിട്ട് പഠിക്കുന്ന ഒരു വർക്കായിട്ട് നമുക്ക് കാണാം. അപ്പോ സൗത്ത് ഏഷ്യ ഞാൻ എന്താണ് അതിന്റെ ഒരു ട്രജക്ടറി ഒന്ന് പറയട്ടെ. ആദ്യം അറേബ്യ, പേർഷ്യ, സൗത്ത് ഏഷ്യ, അവസാനം നമ്മള് മലബാറിലേക്ക് തന്നെ വരാം. അപ്പൊ നമ്മളടുത്തും ഉണ്ടല്ലോ കിസ്സകളും, നമ്മളടുത്തും ഉണ്ടല്ലോ പല സോഴ്സസുകളും. ഞാനിവിടെ തസ്കിറാത്തുൽ ഔലിയ വെച്ചതെന്ന് വെച്ചാൽ തസ്കിറാത്തുൽ ഔലിയ ഒരു ഔട്ട്സ്റ്റാൻഡിങ് തബക്കാത്ത് ഗ്രന്ഥമായിട്ട് തന്നെ കാണാൻ പറ്റും. അത് മലബാറിലുള്ള ഏർലി മലബാറിനെ കുറിച്ച് മനസ്സിലാക്കാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിവിടെ അതിനെ എന്താ പറയാ നമ്മളൊരു മലബാർ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഖിസ്സ, ഖാസ്, ഖുസ്സാസ് ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ മലബാറിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് കാണാം, എനിക്കൊന്ന് ഇവിടെ ഈ ക്രോപ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പൊ നമുക്കിതിൽ കാണാം അജീബ അല്ലെ, ഫത്വ കളക്ഷൻ ആണ്. വളരെ രസകരമായ ഒരു ടൈറ്റിലും കൂടിയാണ്. ഇതിൽ തന്നെ വായിദ് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് രീതിയിലാണ് ഇരിക്കേണ്ടത്, ആ കുർസിയുമായിട്ടുള്ള ഒരു ചർച്ച അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് എൻ്റെ സുഹൃത്തും ഉസ്താദുമായ അബ്ദുറഹ്മാൻ യൂപ്പിയാണ് ഷെയർ ചെയ്തത്.
ഇത് വളരെ രസകരമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മളടുത്തും കിസ്സ അല്ലെങ്കിൽ ആ കിസ്സവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്റോറിക്കലി കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു എവറിഡേ പ്രസന്റ്, നമ്മളൊരു കണ്ടംപററിയിലേക്കും കാര്യങ്ങളൊക്കെ നീങ്ങണമല്ലോ. കാരണം ആഫ്റ്റർ ഓൾ എവറി ഹിസ്റ്ററി ഇസ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് എന്നാണല്ലോ മിഷേൽ ഫൂക്കോ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ കിസ്സ പറഞ്ഞിരിക്കുക, ഇതൊരു കോമൺ ഫ്രേസ് ആണല്ലോ. ഒരു അർത്ഥത്തിൽ ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ, അറ്റ്ലീസ്റ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ ആണ് ആൾക്കാർ അതിന് കൊടുക്കുന്നത്. പക്ഷെ കിസ്സ പറഞ്ഞിരിക്കുക എന്നുള്ള ഒരു സംഗതി നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. അപ്പോ ഞാനിവിടെ പറഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഈ ലൊക്കേഷൻസും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ കൂട്ടിയിട്ട് തന്നെ നമ്മളൊരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ ഒരു എവറിഡേ പാസ്റ്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കണം എന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓക്കെ. അപ്പോ ഇത് ഞാൻ എൻ്റെ പ്രസന്റേഷൻ നിർത്തി.